ദൃശ്യം 3ക്ക് സംഭവിച്ചതെന്ത്? ബബ്ബബ്ബ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ്. അവതാർ 3 പരാജയമായാൽ. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് വരുന്ന ഡിസംബർ 5-ാം തീയതി റിലീസിനെത്താനിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണല്ലോ കളങ്കാവൽ. നിലവിൽ ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂക്കയ്ക്കൊപ്പം വിനായകൻ, മീര ജാസ്മിൻ, രജിഷ വിജയൻ തുടങ്ങിയവരാണ് കളങ്കാവലിൽ പ്രധാന വേഷങ്ങളിലെത്തുക. സന്ദീപ് പ്രദീപ് നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ എക്കോ എന്ന ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 13 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 22 കോടി രൂപയുമാണ് എക്കോ വെറും 8 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം എക്കോയുടെ ഒപ്പം തന്നെ റിലീസിനെത്തിയ പൃഥ്വിരാജ് ചിത്രം വിലായത്ത് ബുദ്ധയുടെ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 4 കോടി 70 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 7 കോടി 45 ലക്ഷം രൂപയുമാണ് ആദ്യ ഒരു വാരം പിന്നിടുമ്പോൾ വിലായത്ത് ബുദ്ധയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ 10 കോടി രൂപ പോലും എത്താൻ സാധ്യതയില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരുന്നു. രജനീകാന്തിനൊപ്പം ഇന്ത്യയിലെ തന്നെ പല ഇൻഡസ്ട്രികളിൽ നിന്നും നിരവധി സൂപ്പർ താരങ്ങൾ കാമിയോ വേഷങ്ങളും മുഴുനീള വേഷങ്ങളും കൈകാര്യം ചെയ്തു വരുന്ന ഈ ചിത്രത്തിൽ തമിഴിൽ നിന്നും വിജയ് സേതുപതിയും ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ചിത്രത്തിൽ ജോയിൻ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ വൻ താരനിര ഒന്നിക്കുന്ന ജയിലർ 2 വരുന്ന 2026 ജൂൺ മാസം 12-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L365. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്താനിരിക്കുന്ന L365ന്റെ ചിത്രീകരണം വരുന്ന ജനുവരി മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ചിത്രത്തിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത് മീര ജാസ്മിൻ ആയിരിക്കുമെന്നും പറയപ്പെടുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന L365ന്റെ ടൈറ്റിൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഷറഫുദ്ദീൻ നായകനായിട്ടെത്തി റീസെന്റായി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ വിജയമായി മാറിയ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം C5ലൂടെ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. ബിജു മേനോൻ, ജോർജ് ജോർജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. കൂദാശ എന്ന സിനിമയ്ക്ക് ശേഷം ബിനു തോമസ് തിരക്കഥയൊരുക്കുന്ന വലതുവശത്തെ കള്ളൻ വരുന്ന ഡിസംബർ മാസം റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫാന്റസി അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ സിനിമയാണല്ലോ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമയെപ്പറ്റി സംവിധായകൻ ജെയിംസ് കാമറൂൺ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവതാർ 3 തിയേറ്ററുകളിൽ വിജയമാവാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇതോടുകൂടി അവതാർ ഫ്രാഞ്ചൈസി ഞാൻ അവസാനിപ്പിക്കും. ഏകദേശം 20 വർഷമായി അവതാറിന് വേണ്ടി ഞാൻ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഈ അവതാർ 3 വമ്പൻ തുകയാണ് ഞാൻ ബഡ്ജറ്റായി ചിലവാക്കിയിട്ടുള്ളതും. അതിനാൽ തന്നെ ചിത്രം പ്രോഫിറ്റ് ആകണമെങ്കിൽ $2 ബില്യൺ കളക്ഷനെങ്കിലും ലഭിച്ചേ തീരൂ. അത് ലഭിക്കുന്നില്ല എങ്കിൽ അവതാറിന്റേതായി ഇനി വരാനിരിക്കുന്ന സിനിമകൾ സന്തോഷത്തോടെ തന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്നാണ് ജെയിംസ് കാമറൂൺ പറഞ്ഞിരിക്കുന്നത്. വരുന്ന ഡിസംബർ 19-ാം തീയതി അവതാർ 3 ഫയർ ആൻഡ് ആഷ് തിയേറ്ററുകളിലേക്ക് എത്തും. പിന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ദ്രജിത്ത് സുകുമാരനെ നായകനാക്കി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ധീരം. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെ ലുലു മാളിൽ വെച്ച് വൈകിട്ട് 6:30 നടത്തപ്പെടുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 5-ാം തീയതിയാണ് ധീരം തിയേറ്ററുകളിലേക്ക് എത്തുക. ജയസൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആട് 3. ജയസൂര്യക്കൊപ്പം ധർമ്മജൻ, ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, വിനായകൻ, സൈജു കുറുപ്പ്, വിജയ് ബാബു തുടങ്ങി വമ്പൻ താരനിര ഭാഗമാകുന്ന ആട് 3യുടെ ഏറ്റവും പുതിയ ഷൂട്ടിൽ ചിത്രത്തിൽ സാത്താൻ സേവ്യർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സണ്ണി വെയിനും ജോയിൻ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ആട് 3യുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വരുന്ന ഡിസംബറോടുകൂടി ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച് 2026 മാർച്ച് 19-ാം തീയതി ആട് 3 റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D55. ധനുഷിന്റെ 55-ാമത് സിനിമയായി തയ്യാറാവുന്ന D55ലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മൂവി ടീം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സമീപിച്ചതായും മാത്രമല്ല ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മമ്മൂട്ടിക്ക് 15 കോടി രൂപ ഓഫർ ചെയ്തതായും ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി ഇതിന് ഓക്കെ പറഞ്ഞു എന്നതിന് വ്യക്തമായ ഉത്തരങ്ങൾ ലഭ്യമല്ല. ധനുഷിനൊപ്പം സായി പല്ലവിയാണ് D55ൽ നായികവേഷം കൈകാര്യം ചെയ്യുക.
തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മാർക്കോ നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ സിനിമയായ കാട്ടാളൻ ഈ രണ്ട് സിനിമകളുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അമൽനീരദ് ആവും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുകയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനവ് സുന്ദർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹോളിവുഡ് ടൈംസ്. നിലവിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായതായി മൂവി ടീം തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. വരുന്ന 2026 ഫെബ്രുവരി മാസത്തിൽ ഹോളിവുഡ് ടൈംസ് എന്ന ഈ നസ്ലിൻ ചിത്രം റിലീസിനെത്തുമെന്നും ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ഉലക നായകൻ കമലഹാസന്റെ നിർമ്മാണത്തിൽ രാംകുമാർ ബാലകൃഷ്ണൻ തലൈവർ 173 എന്ന ചിത്രം സംവിധാനം ചെയ്യുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ തലൈവർ 173ക്ക് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധ് ആയിരിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, രാംകുമാറിനെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് രജനിയെയും കമലഹാസനെയും പരിചയപ്പെടുത്തിയതും അനിരുദ്ധ് ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബബ്ബബ്ബ. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ലാലേട്ടൻ തുടങ്ങി വമ്പൻ താരനിര ഭാഗമാകുന്ന ബബ്ബബ്ബയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം വരുന്ന ഡിസംബർ 8-ാം തീയതിയാണ് ബബ്ബബ്ബയുടെ ട്രെയിലർ പുറത്തു വരിക. അതേസമയം ദിലീപുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുവരുന്ന കേസിന്റെ വിധിയും അന്നേ ദിവസം ഡിസംബർ 8-നാണ് നടപ്പാക്കുന്നത്. അതിനാൽ തന്നെ ട്രെയിലർ റിലീസിൽ മാറ്റം ഉണ്ടാവുമോ എന്നത് കാത്തിരുന്ന് കാണാം. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബ്ബബ്ബ വരുന്ന ഡിസംബർ 18-ാം തീയതി റിലീസിനെത്തും. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദൃശ്യം 3. ചിത്രത്തിന്റെ ആഗോളതലത്തിലെ തിയേറ്ററിക്കൽ റൈറ്റ്സ്, ഡിജിറ്റൽ റൈറ്റ്സ്, എയർബോൺ അവകാശങ്ങൾ തുടങ്ങിയവ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മലയാളം സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഡീലാണിത്. ഏകദേശം 160 കോടി രൂപയോളമാണ് ഈ ഡീലിലൂടെ ആശീർവാദ് സിനിമാസിന് ലഭിക്കുകയെന്നും പറയപ്പെടുന്നു. അതായത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിന് മുടക്കുമുതലും ലാഭവും സ്വന്തമാക്കാൻ സാധിച്ചു. എന്നാൽ സിനിമയുടെ റീമേക്ക് അവകാശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് മുംബൈയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയ രേഖകൾ ലീക്ക് ആയതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങൾ ഹിന്ദിയിൽ നിർമ്മിച്ചതും പനോരമ സ്റ്റുഡിയോസ് ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസിനെത്തി 2 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുകയുള്ളെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആകെ മൊത്തത്തിൽ ആശീർവാദ് സിനിമാസിന് നല്ലൊരു ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ലാലേട്ടൻ നായകനാവുന്ന ദൃശ്യം 3 മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ റിലീസായി തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ലോക മാർക്കോ ഒക്കെ റിലീസ് ചെയ്ത പോലെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും മോളിവുഡിൽ നിന്നും ആദ്യമായി 500 കോടി ക്ലബിൽ കയറുന്ന സിനിമയായി ദൃശ്യം 3 മാറിയേനെ. സോ ആ ഒരു ചാൻസ് ആണ് ഇവിടെ നഷ്ടമായത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗിവ് അവേ നടത്തിയിരുന്നു. ആ ഒരു ഗിവ് അവേയിൽ വിജയി ആരെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ DS ഈറ എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 5-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ DS ഈറ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ ആം ഗെയിം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. ഒരു സ്പോർട്സ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ജോണറിൽ തയ്യാറാവുന്ന ഐ ആം ഗെയിം ടെക്നിക്കലി മികച്ചൊരു സിനിമ തന്നെ ആയിരിക്കുമെന്ന സൂചന ഈ ഒരു പോസ്റ്റർ സമ്മാനിക്കുന്നുണ്ട്.